ഒരുപാട് അവളെ ഉപദ്രവിക്കുകയും ചെയ്യാൻ സംശയരോഗമായിരുന്നു. അവന് കൂടുതലും സംശയരോഗമാണ്. എനിക്ക് വിഷമം അവളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവൾ ഒരുപാട് പിള്ളേർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടാനും കടം തേക്കാനും വീട്ടു ജോലിക്കും ഒക്കെ പോയ കുഞ്ഞുങ്ങളെ വളർത്തിയതും പറയുന്ന കണക്കൊന്നുമല്ല. എൻ്റെ അടുത്ത് പറയുമൊക്കെ അവളെ കിടക്കാൻ എനിക്ക് പേടിയാവും, ചിലപ്പോൾ കൊല്ലും എന്നെ. ഇത്രയും വൈരാഗ്യം, അത് മൃഗീയമായിട്ടാണ് അവൻ ചെയ്തേക്കുന്നത്. വെറും വൃത്തിയായിട്ട് ഒരു സൈക്കോയാ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ, ഒരു നികൃഷ്ടമായ രീതിയിൽ അതിനെ കൊന്നേന്നറിയാമോ അവൻ. ഇത്രയും വൈരാഗ്യം വരത്തക്ക കാര്യം എന്തോ ഇരിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ ഇവൻ്റെ കാണാൻ മിണ്ടാൻ പറ്റത്തില്ല. അവിടെ വരുമ്പോൾ വണ്ടി നിർത്തിയിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ എന്നോട് പറഞ്ഞിട്ട് പോകുന്നത്. അവളെ അതുപോലെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒറ്റ പ്രേരണയല്ലായിരിക്കും അവളെന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അവളെ. അവൻ കൊല്ലരുതായിരുന്നു. ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചോ വിറ്റോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും എവിടുന്നോ ജോലി ഒപ്പിച്ച് അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യയെ കൊന്നളഞ്ഞു. ഇതിലോട്ടെ അവളെ എനിക്കറിയാം. ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ അവള് ജീവിച്ചവളാ. അവളിങ്ങനെ കൊല്ലുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇത് കൊല്ലുമെന്ന് അറിയത്തില്ല, നേരത്തെ പറയുമായിരുന്നു. എപ്പോഴും പറയാത്ത ഒരുപാട് അവളെ ഉപദ്രവിക്കുകയും ചെയ്യാൻ സംശയരോഗമായിരുന്നു. അവന് കൂടുതലും സംശയരോഗമാണ്. എനിക്ക് വിഷമം അവളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവൾ ഒരുപാട് പിള്ളേർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടാനും കടം തേക്കാനും വീട്ടു ജോലിക്കും ഒക്കെ പോയ കുഞ്ഞുങ്ങളെ വളർത്തിയതും പറയുന്ന കണക്കൊന്നുമല്ല. ഈ കുഞ്ഞുങ്ങളെ ഒന്നും അവൻ സ്നേഹിച്ചിട്ടില്ല. അവൾ ആരോടും മിണ്ടുന്ന അവന് ഇഷ്ടമല്ല, പെണ്ണുങ്ങളോട് പോലും മിണ്ടുന്ന ഇഷ്ടമല്ല. സംശയരോഗമാണെന്നാ പറയുന്നത്. അവൾക്ക് ഇങ്ങോട്ട് പാക്കത്തിൽ ജോലിക്ക് വിടത്തില്ല, ജോലിക്ക് പോകണ്ടെന്നാ പറയുന്നത്. ജോലിക്ക് പോയിരുന്ന കുഞ്ഞിന് മൂത്തവന് ക്യാൻസറാണ്. അപ്പോൾ അവന് മാസം തോറും അവന് ചെക്കപ്പിന് കൊണ്ടുപോകണം, അവന് മരുന്ന് വാങ്ങിക്കണം. അതിനൊക്കെ ഇവന് വലിയ ടാപ്പിങ്ങേ ഉള്ളൂ. അതിന് കിട്ടുന്ന പൈസ എത്ര രൂപയാണെന്ന് അറിയാമല്ലോ. അപ്പം അവൾ അവിടുന്ന് ഇവിടുന്ന് കടമൊക്കെ വാങ്ങിച്ചായിരിക്കും ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതൊക്കെ. ഇങ്ങനെ കാണുന്നുണ്ട്, എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നത്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ വീഡിയോ ഇതിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടതേ ഉള്ളൂ. ശാലിനി തന്നെയായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ആഹാരത്തിന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും എല്ലാം അവള് തന്നെ ആയിരുന്നു. പിന്നെ ഇവള് കൊല്ലും എൻ്റെ അടുത്ത് പറയുമൊക്കെ അവളെ കിടക്കാൻ എനിക്ക് പേടിയാവും, ചിലപ്പോൾ കൊല്ലും എന്നെ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതായിട്ടും കണ്ണിന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവള് പിന്നെ ഇവിടെ ആയിരുന്നു. 1.5 മാസം ഇവിടെ ആയിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒത്തിരി കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ ഒന്നും ചെയ്യരുത്, നിനക്ക് വേണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിൽ പോകും, അവിടെ ഒന്നും ചെയ്യരുതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്നും രാവിലെ നമുക്ക് സ്കൂളിൽ ആയിട്ട് ജോലി കിട്ടിയായിരുന്നു. അപ്പം ഇവിടുന്ന് കുളിക്കാനും നനയ്ക്കാനൊക്കെ അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ പോകുന്നതാണ്. അന്നും അവൾ അങ്ങനെ പോയതാ രാവിലെ. ഈ സ്കൂളിൽ ജോലി കിട്ടുന്നതിന് മുമ്പൊക്കെ സകല കാര്യങ്ങൾ നോക്കിയിരുന്നത് പുള്ളിക്കാരനാണല്ലോ പറയുന്നത്. ഐസക്കായിരുന്നു. സകല കാര്യം എന്തുവാ, വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്, അവരുടെ സ്കൂളിൽ പോകുന്ന ഇവൻ പോയിട്ടുണ്ടോ ചോദ്യം. അവളാണ് എല്ലാ മാസവും കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോകുന്നതും അവളുടെ പിള്ളേരെ പഠിത്തക്കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവൾ തന്നെ ആയിരുന്നു. ഇവനെന്തോ ചെയ്യുന്നത്, ഇവൻ വീട്ടു ചെലവ് നടത്തുന്നത്. അത് തന്തമാർക്കുള്ള ഉത്തരവാദിത്തമല്ലേ വീട്ടു ചെലവ് നടത്തുന്നത്. അവൻ ജോലി ചെയ്യുന്ന പൈസ അവൻ കുടിക്കത്തില്ല എന്നൊക്കെ അവൻ പറയുന്നല്ലോ. അവൻ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുടിക്കത്തില്ല, ഒന്നുമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടല്ലോ. ഞാനവിടെ ഒക്കെ ചെല്ലുമ്പോൾ ഇവൻ ഇങ്ങനെ കുടിച്ചിട്ട് മണമടിക്കുന്ന അറിയാമല്ലോ. ഞങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ അയൽക്കൂട്ടമൊക്കെ കൂടി ഇച്ചിരി വരാൻ താമസിച്ച് അവൻ അവിടെ വരും, അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവൾ ഞങ്ങളെല്ലാം മുമ്പിട്ട് അടിച്ചിട്ടുണ്ട്. ഇത്രയും വൈരാഗ്യം, അത് മൃഗീയമായിട്ടാണ് അവൻ ചെയ്തേക്കുന്നത്. ഒരു കൂസ. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് അവനെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പിന് ഇവിടെ കൊണ്ടുവന്നപ്പോഴും പറയുന്നത് ഞാൻ 3 പേരെ കൊല്ലായിരുന്നതാന്ന്. എന്നുവെച്ചാൽ താഴത്തെ വീട്ടിലെ പെണ്ണിനെയും ഈ മേഴത്തെ വീട്ടിലെ തള്ളയെ കൊന്നിട്ടേ പോകത്തുള്ളായിരുന്നു. ഇവളോട് മിണ്ടും, ബാക്കിയുള്ളവരാരും ഇവിടെ മിണ്ടുന്നില്ല. അതുകൊണ്ട് അവരെയും കൂടെ തട്ടിയിട്ടേ പോകത്ത്, കേസ് ഒന്നേയാവത്തോളെന്ന്. അപ്പം വരുന്നതന്നെ എല്ലാവർക്കും പേടിയായി. ഇനി വന്നാൽ തന്നെ ഇവിടെ ഉള്ളവർ പറയുന്നു എങ്ങനെ നമ്മൾ മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവിക്കും. അവനെ ഇറങ്ങരുത്, ഞാൻ പറയുന്ന അവനെ ഇറക്കരുത്. മനസ്സമാധാനം കുഞ്ഞുങ്ങളെങ്കിലും ജീവിക്കട്ടെ. അല്ല, ഈ പിള്ളേർ രണ്ടുപേരുടെയും കാര്യം കഷ്ടത്തില്ല. അവരെ ഈ പ്രായമായ തള്ളയെ ഇത്ര 70-79 വയസ്സ് അവർക്കുണ്ട്. അവർ എങ്ങനെ നോക്കും ഈ കുഞ്ഞുങ്ങളെ? അടുത്ത മാസം ചികിത്സയ്ക്ക് പോകണം. പോകണം. നല്ല പൈസ ചെലവുള്ള കാര്യമാണ്. ശാലിനി തന്നെ എല്ലാ കാര്യവും നടക്കുന്നത്. അവൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാ ബാധ്യത
പിടിച്ചു വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ. പിന്നെ ഇവള് അവൻ്റെ സ്വർണ്ണം എടുത്ത് മറ്റേ എടുത്ത് അതൊന്നും അവൾ എടുത്തിട്ടില്ല. ഒന്നും നശിപ്പിക്കുന്ന പെണ്ണല്ലത്. അവൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. അവൾ കലവൻ ചട്ടിയും തേച്ച് ഒന്നും രണ്ടും എടുത്ത് അവൾ ജോലി ചെയ്താ അവൾ ജീവിച്ചത്. അന്നേരം എല്ലാം ഇവൻ തോന്നി മാസമാണ് പറയുന്നത്. ആരുമായിട്ട് എന്തോ ഇച്ചിരി അടുപ്പം ഉണ്ടായിരുന്നു എന്തോ അങ്ങനെയൊക്കെ പറയുന്നത്. അതിനെ പിടിച്ചിട്ടാണ് ആ അന്നത്തെ സംഭവം എങ്ങനെ ആയി എല്ലാം പറഞ്ഞ് എല്ലാമൊക്കെ തീർത്തതാ. ഇപ്പം ഈ കൊച്ചിന് എൻ്റെ അടുത്ത് പറഞ്ഞാക്കെ ഇപ്പം പോകുന്നിടത്ത് ശമ്പളം കുറവാണ്. എങ്ങനെയും ഒന്ന് അക്കരയ്ക്ക് പോയാൽ കൊള്ളാം എന്നെനിക്കുണ്ട്. ചിലപ്പം ഞാൻ പോവുമൊക്കെ. മോനെ മൂത്തവനെ ഞാൻ ഹോസ്റ്റലിലാക്കി, ഇളയവനെ കൂടെ എവിടെയെങ്കിലും ആക്കണം. ഹോസ്റ്റലിലാക്കിയിട്ട് ഞാൻ പോവുമൊക്കെ. പിന്നെ അവരുടെ ഈ അച്ഛൻ്റെ പെങ്ങളും ചേട്ടത്തിയൊക്കെ അവിടെ ഉണ്ട്. അവരൊരു ഡേ കെയറൊക്കെ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒക്കെ ഞാൻ പോവും എന്ന് പറഞ്ഞു. മോനെ ഇളയവനെ എങ്ങനെയും ഒന്ന് എവിടെയെങ്കിലും ആക്കിയിട്ട് ഞാൻ പോകത്തോളം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പോകും. കഴിഞ്ഞ ആഴ്ച അയൽക്കൂട്ടത്തിന് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന്, അവൾ അയൽക്കൂട്ട സെക്രട്ടറിയാണ്. അപ്പം ഞാനിപ്പം കുറച്ച് ദിവസം പോകുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞെന്ന്, ഞാൻ അടുത്ത ആഴ്ച കാണത്തില്ല, ഞാൻ ചിലപ്പം ഗൾഫിന് പോവുകയെ, അതുകൊണ്ട് നിങ്ങളൊക്കെ വേണം ഇത് കാര്യം കൈകാര്യം ചെയ്യാൻ. ഞാൻ വന്നില്ലെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കല്, ഞാൻ ഇന്നെ പോവുക എന്ന് പറഞ്ഞെന്ന്. ആ വെളുപ്പിലെയാണ് ഞായറാഴ്ച അയൽക്കൂട്ടം പിറ്റേന്ന് രാവിലെയാണ് ഇവളെ കൊല്ലുന്ന. ഒരു പ്രകോപനവും ഇല്ലാതാണ് അവനിട്ടേക്കുന്ന വോയിസ്. ഒന്നും അന്നത്തെ വോയിസ് അല്ല, അതിന് 2-3 ദിവസത്തിന് മുമ്പുള്ള ഒരു വോയിസാണ് അവൻ ഇട്ടേക്കുന്നത്. ചിലപ്പോൾ ഇതിന്റെ പേരിൽ പോകുന്ന കാര്യം പറഞ്ഞെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ചെയ്തിരിക്കുന്നത്. സംസാരം കേട്ടില്ല. രാവിലെ 6:30-ക്കല്ലായിരുന്നു സംഭവം. 6 മണിക്കുള്ള അങ്ങോട്ട് ഇറങ്ങി പോകുന്ന 6:30-ക്ക് മുമ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞു അവിടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ പുള്ളിക്കാരി പോകുന്ന കാര്യം എങ്ങനെയാണ് പുള്ളിക്കാരൻ അറിയുന്നത്? അയൽക്കൂട്ടത്തിന് പറഞ്ഞപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും. ആരെങ്കിലും പറഞ്ഞു കാണും, അതിലെ മിണ്ടുന്ന ആൾക്കാർ കാണുമല്ലോ. അങ്ങനെ ആയിരിക്കാമെന്ന എൻ്റെ സംശയം. അത് തന്നെയാണ്. കിട്ടില്ല. അതുപോലെ അവളെ കാണാൻ നല്ലൊരു പെങ്കൊച്ച്, ഒരുങ്ങി നടക്കുന്നതൊന്നും ഇഷ്ടമല്ല. അവളോ പെണ്ണുങ്ങളോട് പോലും പെണ്ണുങ്ങളുടെ കൂടെ എങ്ങും പോകാൻ പറ്റത്തില്ല. പെണ്ണുങ്ങളുമായിട്ട് മിണ്ടാൻ സമ്മതിക്കത്തില്ല. അവളോട് ആരും ഏറിയിൽ ആരും പെണ്ണും മിണ്ടാക്കത്തില്ല, ആണും മിണ്ടാക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം അവൻ്റെ. അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെറും വൃത്തിയായിട്ട് ഒരു സൈക്കോയാ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ. അതാണ്. അത് സാറിനോടൊന്നും പറയാൻ പറ്റത്തില്ല. അത് കണക്കുള്ള എല്ലാ കാര്യവും അതിനോട് ഞാൻ വളർത്തിയ കുഞ്ഞാത്. കുഞ്ഞായ പാല് കൊടുത്ത് വളർത്തിയതാ ഞാൻ അവളെ. ചേച്ചിയോടൊക്കെ എന്തായാലും ഇയാൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അവനോട് ഞാൻ മിണ്ടത്തില്ല. അവനോട് മിണ്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം എൻ്റെ ഒരു ആട് അവിടെ നിന്നപ്പം കുറുക്കി ആടിയെന്ന് പറഞ്ഞാൽ അതിനെ എടുത്ത് ഒരൊറ്റ എറിഞ്ഞായിരുന്നു. പിന്നെ അത് വളർത്താവുന്ന പോയി. പിന്നെ അതിനെ ഞാൻ പിടിച്ച് കൊടുത്തത്. അങ്ങനെയൊക്കെ ക്രൂര മനസ്സാ അവൻ്റെ. എന്ത് ചെയ്യാനും അല്ലല്ല, അവനെ കാണുന്ന കണക്കൊന്നുമല്ല. മഹാ ക്രൂരനാ. ഇവിടുന്ന് പള്ളിയിലോട്ട് വണ്ടിയെ കയറ്റി ആൾക്കാരെ കൊണ്ടുപോകുന്നൊക്കെയാ പറയുന്ന ആൾക്കാരൊക്കെ. പള്ളിയിലൊക്കെ അവനാ അവിടുത്തെ പള്ളിയിൽ സെക്രട്ടറി. അവളും ഉണ്ട്. അവളും നല്ല കഴിവും കാര്യങ്ങളും ഇവിടുത്തെ പ്രാർത്ഥനയിലും അവളാ അതിൻ്റെ സെക്രട്ടറിയൊക്കെ അവളാ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അവളാണ്. ഇതൊക്കെ നല്ല കഴിവുള്ള പെങ്കൊച്ചായിരുന്നു. അവളെ അംഗീകരിക്കുന്ന എല്ലാവരും ഇവനെ അംഗീകരിക്കുന്ന ഒരു ഈഗോ അവന് അതേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവള് വൃത്തിയായിട്ട് നടക്കാനോ അവരുടെ മിണ്ടാനോ ഒന്നും പറ്റത്തില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അവൾ CPM തന്നെ ആയിരുന്നു. ഈ CPM നടക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം പറയുന്നത്. ഈ DMK എന്ന് പറയുന്ന ഒരു പാർട്ടി വന്നപ്പം ഇവനാണ് അവളെയും കൊണ്ട് വന്നത്. ഇവനാ മുൻപന്തിയിൽ നിന്നതും എല്ലാം അവൻ തന്നെ. എന്നിട്ട് ഈ പാർട്ടി രണ്ടായിട്ടൊന്ന് തിരിക്കാൻ നോക്കിയപ്പോൾ അത് പിന്നെ പാർട്ടിയിൽ അതൊരു പ്രശ്നമായി. അപ്പം വേറൊരു പാർട്ടി വേറൊരു പാർട്ടിയുണ്ട്. ഇതിൻ്റെ തന്നെ വേറെ ഇത് രണ്ടായിട്ട് അങ്ങ് DMK തന്നെ രണ്ടായിട്ട്. എന്നിട്ട് അതിലോട്ട് ഫാനായിട്ട് ഇവളെ വിളിച്ച് അവൾ പറഞ്ഞ്. എന്നിട്ട് പിന്നെ അവൾ അന്നേരം പിന്നെ 1 വർഷമായിട്ട് ഇപ്പം ഇതിലോട്ട് വരുന്നില്ല. അവിടെ പോകുന്നതിന് അവനൊരു പ്രശ്നവും ഇല്ല അതിലോട്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അവൾ പിന്നെ അതുകൊണ്ട് പാർട്ടിയിലേ വരത്തില്ലായിരുന്നു. ഇപ്പം ഈ പ്രശ്നം അതിന് ശേഷം 1 വർഷമായിട്ട് അവൾ പാർട്ടി വരുന്നതേ ഇല്ലായിരുന്നു. ഇപ്പം ലാസ്റ്റ് ഇതുപോലെ അവിടെ ഒരു കിറ്റ് കൊടുപ്പ് ഓണം അടുപ്പിച്ച് കിറ്റ് കൊടുക്കുന്ന അങ്ങനെ ഒന്ന് വന്ന് അപ്പോൾ ഇവിടുന്ന് വന്നവർക്കൊക്കെ കിറ്റ് വാങ്ങിച്ചു കൊടുത്ത് അത്രയും മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വരികയില്ല. അഥവാ വന്നാൽ തന്നെ കമ്മിറ്റി കൂടി വന്നാൽ അപ്പോഴേ അവളുടെ വീട്ടിൽ വരും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ച് കഴിക്കാനുള്ള സാധനം വാങ്ങിച്ചുകൊണ്ടേ അവൾ വരാറുള്ളൂ. പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന അവളാണ്. ഇവൻ ഒന്നും കൊടുക്കത്തില്ല. പിന്നെ അരിയോ മീനോ ചീനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരെ സ്കൂളിൽ നിന്ന് പോവുകയാവട്ടെ അവരെ പഠിത്തക്കാർ വന്ന് അന്വേഷിക്കാവട്ടെ ഇതൊന്നും അവൻ ചെയ്യാറില്ല. മാസം ഫീസ് അടയ്ക്കുക ഇതൊന്നും അവന് ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. അതില്ല. ഈ പാർട്ടിയിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് വെറുതെ പറയുന്നതാ. ഈ പാർട്ടി ആ പ്രശ്നം വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും അവളെ വിളിക്കത്തുമില്ല. പുള്ളിക്കാരെ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി പോയെന്നാ പറയുന്നത്. ഇല്ല അവള് വരുന്നില്ലായിരുന്നു. പോകണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേവരുടെ അടുത്തോട്ട് പോകുക അതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവൾ അതിലും പോകത്തില്ല ഇതിലും വരുന്നില്ല, രണ്ടിലും വരുന്നില്ലായിരുന്നു. ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഇത്ര ഒരു നികൃഷ്ടമായ രീതിയിൽ അതിനെ കൊന്നേന്നറിയാമോ അവൻ.
ഇത്രയും വൈരാഗ്യം വരത്തക്ക കാര്യം എന്തോ ഇരിക്കുന്നു. അതുമല്ല ഇപ്പം രണ്ടുപേരും 2 വീട്ടിലല്ലായിരുന്നു. അതൊക്കെ തന്നെ കാര്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി പിള്ളേരെ ആരും നോക്കുമെന്നാ? അതുങ്ങൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവുന്ന ഇളയ കൊച്ചാന്ന് നല്ലപോലെ പഠിക്കുന്ന ഇറക്കനാ ഇളയത്. മൂത്തവന് ഇങ്ങനെ അസുഖവും അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഇവൻ്റെ കാണാൻ മിണ്ടാൻ പറ്റത്തില്ല. അവിടെ വരുമ്പോൾ വണ്ടി നിർത്തിയിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ എന്നോട് പറഞ്ഞിട്ട് പോകുന്നത്. പള്ളിയിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴും പറഞ്ഞാൽ ഞാൻ ഇനി പള്ളിയിൽ പോകത്തില്ല, ഇന്ന പോലെ അച്ഛൻ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാനും എൻ്റെ കൊച്ചുങ്ങളും പള്ളിയിൽ പോകത്തില്ല. ഇനി അതിനുശേഷം അവൾ പള്ളിയിലും പോയിട്ടില്ല. ഈ ചടങ്ങിനൊക്കെ അച്ഛന്മാർ വന്നില്ലായിരുന്നോ? വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞായിരുന്നു. പള്ളിയിലടക്കാൻ അടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അടക്കാൻ പറ്റത്തില്ല. നമ്മൾ സമ്മതിച്ചില്ല. അവള് പറഞ്ഞു പള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവരെ പള്ളിയിൽ തന്നെ കുഴിച്ചു. അതുപോലെ പള്ളിക്ക് അവിടെ സ്ഥലമില്ല, വേറെ എവിടെ കണ്ടോ കൊണ്ടുപോയി കുഴിച്ചിടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അടക്കി. അതുകൊണ്ട് എല്ലാ കാര്യവും ഒന്നും അവിടെ തലയിലോട്ട് കെട്ടിവെക്കാൻ നോക്കണ്ട. അവളെ അതുപോലെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒറ്റ പ്രേരണയല്ലായിരിക്കും അവളെന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അവളെ. അവൻ കൊല്ലരുതായിരുന്നു. അവൾക്കുള്ള പോസ്റ്റർ വരെ ഇവിടെ കിട്ടിയത് ഈ CPM-കാരും അതെല്ലാം എടുത്തോണ്ട് പോയായിരുന്നു. പരിശീലനം കളഞ്ഞ്. കാരണം നമ്മളതിൻ്റെ എല്ലാം മുമ്പിൽ നിന്ന് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. അങ്ങനെ അടക്കുന്നതിൻ്റെ ആ രാത്രി തന്നെ ഈ CPM-ലെ റാണി ജാക്കബ് എന്ന് പറഞ്ഞവൾ ആൾക്ക് പിള്ളേരെ കൊണ്ട് അത് അഴിപ്പിച്ച് മാറ്റി. എന്നിട്ട് ഇവിടെ അഴിച്ചപ്പം ചോദിച്ചു എന്തിനാ അഴിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞ് അവിടുത്തെ അമ്മ എപ്പോഴും കാണും, അതുകൊണ്ട് മാറ്റി കെട്ടാനാന്ന്. രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ കലനാട് തൊട്ട് ഇങ്ങ് വരെയുള്ള ഒരൊറ്റ പോസ്റ്ററോ ബാനറോ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ചോദിച്ചപ്പം വേറൊരു കൊച്ചു ചെറുക്കം ഇവിടെയുള്ള ഒരു ചെറുക്കം കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അവൻ ചെന്ന് ചോദിച്ചു വെച്ചപ്പോൾ അവനെ ചീത്തയും വിളിച്ചിട്ട് ജേക്കബ്, ഈ റാണിയുടെ ഭർത്താവ് ജേക്കബ് ചീത്തയും വിളിച്ച് അവനെ വിട്ട്. അല്ല എന്താ അവര് റാണി ജേക്കബ് CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഏരിയ സെക്രട്ടറി അതിൻ്റെ അങ്ങോട്ട് ഭാരവാഹിത്വമുള്ള ആളാണ് CPM ഏരിയ. അങ്ങനെ ചെയ്ത് ഞാൻ ചോദിച്ചത് ഈ 5 ദിവസം വരെയെങ്കിലും ആ ബാനർ അവിടെ ഇരുന്നെന്ന് വിചാരിച്ചു എന്തോ കുഴപ്പമുണ്ട്. അവർക്കതിന് എത്ര ശത്രുത? DMK എന്ന് പറയുന്നൊരു പാർട്ടിയല്ലേ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു ഇത് ഇപ്പൊ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നേ, അപ്പൊ അതിന്റെ ഇതെങ്ങാണോ ആയിരിക്കും ഇനി. അല്ലാതെ എൻ്റെ അറിവിലൊന്നും ഒരു ഇതുമില്ല. അല്ലെ ഇല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ എല്ലാം കാണും. ഞാൻ ജനിച്ചു വളർന്ന നാടേ ഇതാ. ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീടായിരുന്നു ഞങ്ങൾക്കുള്ള വീട്, അത് പിന്നെ കൊടുത്തതാ. അപ്പം ഞാൻ ഇച്ചിരി അപ്പുറത്തോടെ താമസിക്കുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യവും എനിക്കറിയാവുന്ന കാര്യമാണ്. ഈ കുടുംബത്തിൻ്റെ സകല കാര്യം ഈ കുടുംബത്തിൽ നല്ല ഈ മിക്കവാറും ഉള്ള ഇവിടുത്തെ ഏരിയയിലെ മിക്ക കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.